ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും നിങ്ങളുടെ ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണയായിട്ട് ഗോതമ്പ് ദോശ പോലെ, പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കണ്ട. ഇങ്ങനെയൊക്കെ ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ അതൊക്കെ കഴിച്ചോളും. ഇത് നമുക്ക് സോസിൻ്റെ കൂടോ ചട്നിയുടെ കൂടോ ഒരു കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ട്രൈ ചെയ്തിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ വായോ. ഇത് ഞാൻ ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ആട്ട ഈ ബൗളിൽ എടുത്തേക്കുന്നത്. ഈ ബൗൾ 1.5 ബൗൾ ആട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് പിന്നെ ഒരു ഹാഫ് ആട്ട എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്താൽ മതി. ഒത്തിരി വെള്ളം ആവല്ലേ. നമ്മൾ ഗോതമ്പ് ദോശ എങ്ങനെ മിക്സ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലേ, ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഇനി നമ്മൾ ഇതിലോട്ട് എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു സവോള എടുത്തേക്കണേ. സവോള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക. അത് നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഞാൻ 2 തക്കാളിക്ക എടുത്തേക്കണേ. അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്യാം. കുറച്ച് കരിവേപ്പില, ഒരു ഗ്രാനിഷിന് വേണ്ടി, പിന്നെ മല്ലിയില. ഒരു വേര് വരും, നല്ല ഫ്ലേവർ വരും മല്ലിയിലയൊക്കെ ചേർത്താൽ. കുറച്ച് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നിങ്ങളുടെ സ്വാദനുസരിച്ച് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. കാണാൻ നല്ല രസമുണ്ട്. മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചൂടാൻ പാം. ഓക്കെ, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മതി. അതിൻ്റെ കൂടെ കുറച്ച് ടീസ്പൂൺ കടുക്, എന്നിട്ട് കുറച്ച് ഇഞ്ചി, ഇതൊരു ഫ്ലേവർ വരാനായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ളിയൊക്കെ ഞാൻ ഇട്ടില്ലേ, അതും കൂടി ഇട്ട് വരട്ടിയിട്ടിടാം. ഇപ്പോൾ പ്രായമൊക്കെ ഉള്ളവർക്ക് ചവയ്ക്കാൻ പാടാണെങ്കിൽ വരട്ടിയിട്ട് നിങ്ങൾക്ക് ആ മാവിലോട്ട് ഒഴിക്കാം. ഞാൻ ഡയറക്റ്റായിട്ടാണ് ഒഴിച്ച്. ഇപ്പോൾ ഇത് ഇച്ചിരി ചുമന്നിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് മാവിലോട്ട് മിക്സ് ചെയ്യാം. ഇത് ചുമന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മാവിലോട്ട് മിക്സ് ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് മൊത്തം മാവ് നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. അധികം പരത്തണ്ട, ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത്
വെന്തിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമുക്കെല്ലാം ദോശ ഇങ്ങനെ ചുട്ടെടുക്കാം. നമ്മുടെ വീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.